കേന്ദ്ര ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാത്തതിൽ സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJP. അനാസ്ഥ കാട്ടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കും. കേന്ദ്രം നൽകുന്ന തുക തദ്ദേശ സ്ഥാപനങ്ങളിൽ വിനിയോഗിക്കാത്തതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. തിരുവനന്തപുരം മാരാർജി ഭവനിൽ നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. നിയുക്ത രാജ്യസഭാ MP ആയ സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദൻ മാസ്റ്റർക്ക് യോഗത്തിൽ സ്വീകരണവും നൽകി. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായിട്ടുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടത്താൻ വേണ്ടി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ബോധ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ധാരാളം പരാതികൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പരാതി പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ പരാതികൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര കൃഷി മന്ത്രി, കേന്ദ്ര ജലസേചന വകുപ്പ് മന്ത്രി, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി, കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി, ഗ്രാമീണ മേഖലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർ, ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൃത്യമായി കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നിലപാടിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, MT രമേശ് പറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഫണ്ട് കൃത്യമായി ത്രിതല പഞ്ചായത്തുകളിൽ എത്തുന്നില്ല. സാധാരണക്കാർക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നില്ല. കേന്ദ്ര ഫണ്ടുകൾ എന്തെല്ലാമാണ്, സാധാരണക്കാർക്ക് പ്രയോജനകരമായ പദ്ധതികൾ അവർ അറിയുന്നില്ല. ഇതിനെതിരെ വലിയ സമരപരിപാടികൾ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സമരപരിപാടികൾ വ്യാപിപ്പിക്കാനാണല്ലോ BJPയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ ടിൻഡുദാസ്. തീർച്ചയായിട്ടും വിനോദ്, അത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ നിന്നും ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതികളൊന്നും തദ്ദേശ മേഖലകളിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നില്ല. 960-ലധികം തദ്ദേശ അല്ലെങ്കിൽ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും താഴേക്കിടയുള്ള ഇടങ്ങളിലേക്കൊന്നും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എത്തുന്നില്ല. അപ്പോൾ അതിനെതിരെയായിട്ടാണ്, അല്ലെങ്കിൽ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ എല്ലാ ജനങ്ങളിലേക്കും ഒരു ധാരണ ഉണ്ടാക്കാനുമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു മാസ് പരിപാടിക്ക് BJP ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം നൽകുന്ന പണം കേരളത്തിൽ കൃത്യമായി ചെലവാക്കുന്നുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ആഗസ്റ്റ് മാസം മുതൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാത്തത് ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരും രണ്ടാം പ്രതി ചില തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. ഇതിൽ തദ്ദേശ മന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ശുചിത്വ കാര്യത്തിൽ ഇന്ത്യയിലെ 100 നഗരങ്ങൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു നഗരം പോലും അതിൽ വരുന്നില്ല എന്നത് ഏറ്റവും വേദനാജനകവും ഏറ്റവും ദുഃഖകരവുമായിട്ടുള്ള കാര്യമാണ്. ഓരോ വകുപ്പിലും കേന്ദ്രത്തിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച പണങ്ങളുടെ കണക്കനുസരിച്ച് ധവളപത്രം പുറത്തിറക്കാനും BJP തീരുമാനിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതികൾ എത്രത്തോളമാണ് ഈ തദ്ദേശ ഇടങ്ങളിൽ അത് എത്തിയിട്ടുള്ളത്. അത് എത്താത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വകുപ്പുകൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാനായി, ജനങ്ങളെ അറിയിക്കാനായിട്ട് ഒരു ധവളപത്രം തയ്യാറാക്കാനും BJPയുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ പ്രമേയം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. നമുക്കറിയാം, നിർജീവമായിട്ടുള്ള UDFന് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ നടത്താൻ സാധിച്ചിട്ടില്ല. തൊഴിലില്ലായ്മയിൽ എപ്പോഴും ഒന്നാം സ്ഥാനം കേരളമാണ് എന്നൊരു വിമർശനവും കൂടി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ തർക്കങ്ങൾ വന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് കേന്ദ്രം നൽകുന്ന പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ പദ്ധതികളായി മാറ്റിക്കൊണ്ട്, അതിപ്പോൾ ഉദാഹരണത്തിന് ലൈഫ് പദ്ധതിയാണെങ്കിൽ പോലും കേന്ദ്രം നൽകുന്ന പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ പദ്ധതികളാക്കി മാറ്റിക്കൊണ്ട് ബ്രാൻഡിംഗ്
ബ്രാൻഡിങ് ഒഴിവാക്കി അത് കേരള ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിൽ അറിയിച്ചിട്ടുള്ളതാണ് സൗജന്യ പദ്ധതികൾ, ബ്രാൻഡിംഗ് പദ്ധതികളൊന്നും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൂടാതെ നടപ്പിലാക്കരുത് എന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളൊന്നും പാലിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകളൊന്നും യഥാസമയത്ത് യഥായിടങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും സാധാരണക്കാരായുള്ള ജനങ്ങളിലേക്ക് പദ്ധതികൾ എത്തിച്ചേരാനായിട്ട് വിവിധ പദ്ധതി വിഹിതവും ഈ PSMY അക്കൗണ്ട് വഴി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. പിന്നീട് വരുന്ന ധനവകുപ്പാണ്. ധനവകുപ്പിലേക്ക് കൊടുക്കുന്ന പണം അതുപോലെ അതത് വകുപ്പിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഈ പണത്തെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഒരു ധവളപത്രം തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തല തദ്ദേശ തല പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് ചേർന്ന യോഗത്തിലെ രാഷ്ട്രീയ പ്രമേയത്തിലെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരുപക്ഷെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ജനങ്ങൾ അറിയേണ്ട ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് ജനങ്ങൾ അറിയണം. ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നറിയണം. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJPയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നത്. മറ്റൊരു കാര്യം ഇന്ന് പ്രധാനമായിട്ടും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സർവകലാശാലകളെ ഇടത് ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ തകർക്കുന്ന നിലപാടാണ്. സർക്കാരാണ് ഇതിന് ഉത്തരവാദികൾ. സർക്കാരിൻ്റെയും CPM-നെ പൊളിറ്റിക്സ് നടത്തേണ്ട സ്ഥലമല്ല സർവകലാശാലകളെന്നൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ന് BJPയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാടായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. വിനോദ്, വ്യക്തമാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായ ശേഷം ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആദ്യ യോഗമാണ് മാരാർജി ഭവനിൽ ഇന്ന് ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ അത് വിനിയോഗിക്കുന്നില്ല, സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല, പല ഫണ്ടുകളും ലാപ്സായി പോകുന്ന സാഹചര്യമുണ്ട്. സർവകലാശാലയിൽ ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കുന്നു. ഇതിനെതിരെ ഒക്കെ തന്നെ ശക്തമായി രംഗത്ത് വരാനാണ് BJPയുടെ തീരുമാനം. ആഗസ്റ്റ് മാസം മുതൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാത്ത വിഷയത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടിയുടെ തീരുമാനങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശാണ് വ്യക്തമാക്കിയത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.